സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ഡി മുത്തുകൃഷ്ണ പറഞ്ഞിരിക്കുന്നു, ഈ താരിഫ് നയങ്ങളെല്ലാം താരിഫ് ചുമത്തുന്നത് ഇന്ത്യയെ ബാധിക്കും, ഇന്ത്യയുടെ വളർച്ചയെ കുതിപ്പിനെയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ബാധിക്കുക തന്നെ ചെയ്യുമല്ലോ. അത് പക്ഷേ എങ്ങനെയായിരിക്കും നമ്മൾ മറികടക്കണം? ഇത് എങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മളെ ബാധിക്കുന്നത്? അതായത് ഡി മുത്തുകൃഷ്ണൻ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ഫിനാൻഷ്യൽ പ്ലാനർ കൂടിയാണ്. സാമ്പത്തിക വിദഗ്ധനും അതിനെ മുൻകൂട്ടി കാണുകയും അവലോകനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ, എക്കണോമിസ്റ്റാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ സുവ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജിത പറഞ്ഞത് തന്നെയാണ്, നമ്മളെ എങ്ങനെ ബാധിക്കും, അതെങ്ങനെ നമ്മൾ തരണം ചെയ്യും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ്. അതായത് അമേരിക്കയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട്, റഷ്യ ചൈന ബന്ധങ്ങൾ, ഇതെല്ലാം നമ്മളുടെ എങ്ങനെയാണ് സ്വാധീനിക്കുക, നമ്മളുടെ സാമ്പത്തിക രംഗത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ അവലോകനം ഡി മുത്തുകൃഷ്ണൻ നടത്തിയിരിക്കുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുത്തുകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ പൂർണ്ണമായിട്ടും ഈ പറയുന്ന പൂർണ്ണ സ്വരാജ് എന്നൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും സ്വയം പര്യാപ്ത രാജ്യമൊന്നുമല്ല. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 10-70 വർഷമായിട്ട് നമ്മളെ കെട്ടിയിട്ടിരുന്ന വിവിധ ഭരണകൂടങ്ങൾ കാരണം നമ്മൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യ ഇപ്പോഴാണ് ഒരുവിധമെങ്കിലും പിടിച്ച് കരകയറി വരുന്ന ഒരു കഴിഞ്ഞ 10-11 വർഷമായിട്ട്. കാരണം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പോലും വേണ്ട രീതിയിൽ ഡെവലപ്പ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് റെയിൽവേ ഇത്രയും വികസിക്കുന്നത്, ഇപ്പോഴാണ് ഇത്രയും വലിയ റോഡുകൾ ഉണ്ടാകുന്നത്, ഹൈവേകൾ ഉണ്ടാകുന്നത്. നിതിൻ ഗഡ്കരി വന്നതിന് ശേഷമല്ലേ ഈ രാജ്യത്ത് ഇത്രയധികം റോഡുകളുടെ വികാസം പ്രാപിച്ചത്. അതിനു മുമ്പ് വരെ നമ്മുടെ റെയിൽവേ സംവിധാനം എങ്ങനെയായിരുന്നു? ഈ പറയുന്ന സഞ്ചരിക്കുന്ന മദ്യം മലം കൊണ്ടുപോകുന്ന സ്കാവഞ്ചർ എന്ന് പറയുന്ന പോലെ സഞ്ചരിക്കുന്ന സ്കാവഞ്ചർ അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ശൗചാലയമായിട്ടാണ് ഈ ട്രെയിനിനെ അറിയപ്പെട്ടിരുന്നത്. ട്രെയിൻ സഞ്ചരിച്ച് പോയി കഴിയുമ്പോൾ ആ ട്രാക്കിൽ നിന്ന് മലം കോരാനായിട്ട് ആളെ നിർത്തിയിരുന്ന രാജ്യമാണിത്. അവിടെ നിന്നാണ് സമ്പൂർണ്ണമായിട്ടും ബയോ ടോയ്ലറ്റുകളിലേക്ക് നമ്മൾ മാറിയത്. ആ ബയോ ടോയ്ലറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ പറയുന്ന ഈ റെയിൽവേ ട്രാക്കുകളിലുള്ള മലം വീഴുന്നത് ഒഴിവാക്കാൻ കഴിയുന്നു, ശുചിത്വം പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വികസിക്കാനൊക്കെ തുടങ്ങിയിട്ട് വന്ദേ ഭാരതം ഈ പറയുന്ന അങ്ങനത്തെ ട്രെയിനുകളൊക്കെ നമ്മുടെ രാജ്യത്തെത്തിയിട്ട് വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. 10 വർഷത്തിനകത്താണ്, 10-11 വർഷം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രയെങ്കിലും ഒരു വികാസത്തിലേക്ക് എത്തിയത് എന്നുള്ളത്. അതിന് മുമ്പ് വരെ ഒന്നുമില്ലാത്ത ഒരു രാജ്യമായിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോഴും അതിൽ നിന്ന് കയറാൻ ഈ 10 വർഷം കൊണ്ടൊന്നും പെട്ടെന്ന് കഴിയുകയൊന്നുമില്ല, വർഷങ്ങളെടുക്കും. അപ്പോൾ ഇന്ത്യ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറണമെങ്കിൽ അതിൻ്റേതായ സമയം വേണ്ടി വരും. അതല്ലാത്തടത്തോളം കാലം മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയ ചുങ്കം നമ്മളെ ബാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ തരത്തിൽ ബാധിക്കും, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യക്ക് അതിനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് മറികടക്കാനും പുരോഗതിയിലേക്ക് പോകാനും ഒക്കെ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ കിടപ്പ്. പക്ഷേ ഇത് അമേരിക്ക നമുക്ക് മേലെ ചുമത്തിയിരിക്കുന്ന ഉപരോധം ഒരു പരിധിക്ക് വരെ നമ്മളെ ബാധിക്കുന്നുള്ളൂ. പക്ഷെ ചൈനയാണ് ഉപരോധം ഏർപ്പെടുത്തിയാലോ? അപ്പോൾ ചൈന എന്ന് പറയുന്ന രാജ്യത്തിനെ നമുക്ക് ഒരിക്കലും തള്ളി മാറ്റാൻ കഴിയില്ല. ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചലിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രശ്നം. അമേരിക്കയിൽ നിന്ന് വരുന്നതിൻ്റെക്കാളേറെ പ്രശ്നം ചൈനയിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വന്നില്ലെങ്കിൽ എന്നുള്ളതാണ്. അത് ആ പ്രോഡക്റ്റുകളായാലും ശരി തന്നെ, അസംസ്കൃത പദാർത്ഥങ്ങളായാലും ശരി തന്നെ, എന്തായാലും നമുക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നം നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ അടുത്തൊരു കാര്യമോ, അപ്പോൾ ഇനി അതുകൊണ്ട് തന്നെ അമേരിക്കയുമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു നയതന്ത്രത്തിലേക്ക് പോകാനോ അമേരിക്കയ്ക്ക് കീഴ്പ്പെടാനോ നമുക്ക് കഴിയില്ല. അമേരിക്കയ്ക്ക് കീഴ്പ്പെടാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? നമ്മളുടെ നിലപാട്, നമ്മുടെ നിലനിൽപ്പും മറ്റു രീതിയിലായതുകൊണ്ടാണ്. നമുക്ക് അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾക്ക് മറ്റു വഴികൾ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ നിലനിൽക്കാം. പക്ഷേ ഇവിടെ ചൈനയെ ഒരു കാരണവശാലും പിണക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയെ തടയാൻ കഴിയില്ല എന്നുള്ളതാണ് ഡി മുത്തുകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എന്ന്. രണ്ടാമത് മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റഷ്യയെ നമുക്ക് ഈ അമേരിക്ക പറഞ്ഞതുകൊണ്ട് എണ്ണ വാങ്ങുന്നത് നിർത്താൻ കഴിയില്ല. എണ്ണ വാങ്ങുന്നത് നിർത്തി റഷ്യയുമായിട്ട് നമ്മളൊരു പ്രശ്നത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മളുടെ പ്രതിരോധ മേഖലയെ ആകെ അത് തകരാറിലാക്കും. നമ്മുടെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളിയാണ് റഷ്യ. നമ്മൾ അവിടെ നിന്നാണ് S-400 വാങ്ങിച്ചത്, നമ്മൾ അവിടെ നിന്നാണ് വിവിധ ആയുധങ്ങൾ വാങ്ങിക്കുന്നത്, ബ്രഹ്മോസ് നിർമ്മിക്കുന്ന അവിടെ നിന്നാണ്, Su-57 അതാ നിർമ്മിക്കാൻ പോകുന്ന അവിടെ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് അമേരിക്കക്കാളേറെ റഷ്യയുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പകരം രാജ്യങ്ങളെ കണ്ടെത്താൻ കഴിയും. ഇല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് വ്യാപാരം നടത്തുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയും. പക്ഷേ ഈ പറയുന്ന അമേരിക്കൻ വിപണി ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മൾ നിന്ന് അകന്നു പോയാൽ, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോലെ പൂർണ്ണമായിട്ടും അകന്നു പോയാലും നമുക്ക് മറ്റ് സാധ്യതകൾ കണ്ടെത്താൻ കഴിയും. ഇതൊരു ദിശാസൂചിക കൂടിയാണ്.
അതായത് ഒരു രാജ്യത്തെ അല്ല, വൈവിധ്യമാർന്ന വ്യാപാര ബന്ധങ്ങൾ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ റഷ്യയും ചൈനയുമായിട്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ, നാളെ പ്രശ്നം വന്നുകൂടായിരുന്നില്ല, പക്ഷേ ചൈനയുമായിട്ടുണ്ട്, പക്ഷേ റഷ്യയുമായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. കാരണം റഷ്യ നമ്മുടെ നാച്ചുറൽ അലൈയാണ്, ഒരു സ്വാഭാവിക പങ്കാളി എന്ന് പറയാം. അപ്പോൾ ആ പറയുന്ന സ്വാഭാവിക പങ്കാളിയുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതില്ല. വർഷങ്ങളായിട്ട് നമ്മൾ അവരുമായിട്ട് നല്ല ബന്ധത്തിലാണ്, യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ നമ്മൾ ഒന്നിച്ചു പോവുകയാണ്. ഇവിടെ നമുക്ക് ഒരു ദിശാസൂചിക തരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്താണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിക്കുക. ആഫ്രിക്കൻ രാജ്യങ്ങൾ, വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, യൂറോപ്പ് തുടങ്ങി ഓസ്ട്രേലിയ തുടങ്ങിയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും നമുക്ക് ഒരേ വ്യാപാര ബന്ധം, ഒരേ തരത്തിൽ ഇല്ലെങ്കിൽ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് പല മേഖലകളിലൊക്കെ നമുക്ക് വ്യാപാരമാണ്. ഒരേ സമയം ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ടെക്സ്റ്റൈൽ, ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റിലൊന്നാണ് നമുക്ക് ടെക്സ്റ്റൈൽ. ഇപ്പോൾ അമേരിക്കയിൽ ടെക്സ്റ്റൈൽ ഇറക്കുമതി ചെയ്യുന്ന കുറഞ്ഞാലും മറ്റൊരു രാജ്യത്ത് നമുക്ക് അതിനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു രാജ്യം അത്രയും വാങ്ങുന്നില്ല, അമേരിക്കയുടെ അത്രയും മാർക്കറ്റ് ഒരു രാജ്യത്ത്, ഒരു ചെറിയ രാജ്യമാണ്, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ്, അവരില്ല എങ്കിൽ നമ്മൾ അതേ പ്രോഡക്റ്റ് ഒരു 10 രാജ്യങ്ങളിൽ ഒരേ സമയം വിൽക്കാൻ കഴിയണം. അതായത് അമേരിക്കയിൽ പോകുന്ന ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പോകുന്നതിൻ്റെ അളവ് കുറഞ്ഞാലും മറ്റൊരിടത്തേക്ക് കൊടുത്ത് നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ പറയുന്ന വ്യാപാര ബന്ധം വൈവിധ്യവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വളരെ വലുതാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്ക, യൂറോപ്പ്, മറ്റ് നിരവധി രാജ്യങ്ങൾ ഒന്നിച്ച് എതിർത്തിട്ടും റഷ്യ മുന്നോട്ട് തന്നെ പോവുകയാണ്. കാരണം റഷ്യയുടെ കയ്യിൽ ഇഷ്ടംപോലെ ആയുധങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ്. ലോകമെമ്പാടുമുള്ള റഷ്യൻ ആസ്തികൾ പല രാജ്യങ്ങളും മരവിപ്പിച്ചു, കടുത്ത ഉപരോധം ഏർപ്പെടുത്തി. അതൊക്കെ തരണം ചെയ്തിട്ടും റഷ്യ കുതിച്ചു പായുകയാണ് എന്നുള്ളതാണ്. ചൈനയും നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ലെങ്കിലും ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി ചൈന വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ സ്തംഭിച്ചു പോകുമെന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നുണ്ടെന്നും കൂടി ഡി മുത്തുകൃഷ്ണൻ പറയുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും ചൈനീസ് അസംസ്കൃത വസ്തുക്കളുണ്ട് എന്നുള്ളത് പ്രധാനമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ അപ്പോൾ റഷ്യയുമായിട്ടുള്ള പ്രതിരോധ ബന്ധത്തിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോരുത്തരുമായിട്ട് നമുക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ട്. അപ്പം നമുക്ക് ഒരു പ്രതിരോധ പങ്കാളി, ഏക പ്രതിരോധ പങ്കാളി പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നത് റഷ്യയാണെന്നും പറയുന്നുണ്ട്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒറ്റപ്പെടുത്തിയാലും റഷ്യയ്ക്കും ചൈനയ്ക്കും പിടിച്ചു നിൽക്കാനാകും. കാരണം അവരുടെ ഉൽപ്പാദന മേഖല അത്രയേറെ മികച്ചതാണ്, നമ്മളുടേത് അത്രത്തോളം എത്തിയിട്ടില്ല. നമുക്കൊരു 10-20 വർഷവും കൂടി എടുക്കും നമ്മൾ പൂർണ്ണമായിട്ട് സ്വയം പര്യാപ്തമാവാൻ. ആര് ഉപരോധം ഏർപ്പെടുത്തിയാലും പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ പറയുന്ന 2 രാജ്യങ്ങളുടെ പ്രത്യേകം. നമ്മൾ ആ ഗണത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മുത്തുകൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ആ രീതിയിലേക്ക് വ്യാപാര വൈവിധ്യം കൊണ്ടും സ്വയം പര്യാപ്തത കൊണ്ടും സ്വയം നമുക്ക് എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. അത്രയേറെ വ്യാവസായിക രംഗത്ത് നമ്മൾ മുന്നേറിയാൽ മാത്രമേ നമുക്കിത് നേടിയെടുക്കാനാവുള്ളൂ. അതിന് കുറച്ച് സമയമെടുക്കും. അതിലേക്ക് ഇന്ത്യ കടക്കുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കംപ്ലീറ്റ് എല്ലാം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. മെയ്ഡ് ഇൻ ഇന്ത്യയിലേക്ക് എത്തണം. മെയ്ഡ് ഇൻ ഇന്ത്യ, എല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ആവണം. മേക്ക് ഇൻ ഇന്ത്യ ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കൊണ്ടുവച്ചുണ്ടാക്കി പൂർത്തീകരിച്ച് ലോകത്തേക്ക് വിൽക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ടാണ് മെയ്ഡ് ഇൻ ഇന്ത്യ. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു സ്വയം പര്യാപ്തത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിലേക്ക് എത്തിയില്ലെങ്കിലും നമ്മൾക്ക് മറ്റേതെങ്കിലും രാജ്യം നമുക്ക് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പോകാനുള്ള അവസ്ഥയിലേക്കെങ്കിലും എത്തണം. അതിന് കുറച്ച് സമയമെടുക്കുമെന്നാണ് മുത്തുകൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന അമേരിക്ക അല്ലാതെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന 2 രാജ്യങ്ങളാണ്. ഒന്ന് റഷ്യയും ചൈനയും എന്നുള്ളതാണ്. അവർ സ്വയം പര്യാപ്തവുമാണ്. അവരെങ്ങനെ സ്വയം പര്യാപ്തമായി എന്നുള്ളത് ഡി മുത്തുകൃഷ്ണൻ പറയുന്നില്ലെങ്കിലും അത് നമ്മൾ ഓർക്കണം. നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് ചൈന. ആ ചൈന എങ്ങനെയാണ് വികസന കുതിപ്പിലേക്ക് എത്തിയത്? അന്നേ ഇവരുമായിട്ട് പ്രശ്നമുണ്ട്, ആരുമായിട്ട്? ചൈനയും അമേരിക്കയുമായിട്ട്. എന്നിട്ട് അവർ കാലേകുട്ടി കണ്ടു ഈ പറയുന്ന ഇന്റർ ഡിപ്പെൻഡൻസി, പറയുന്നത് അപര ആശ്രയത്വം കുറയ്ക്കുകയും സ്വയം പര്യാപ്തതയിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആവുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യകത അവർ മനസ്സിലാക്കുകയും സ്വയം പര്യാപ്തമാവുകയും ചെയ്തു. നമുക്കും അതുപോലെ എത്തേണ്ടതുണ്ട്. അത് അധികം വൈകാതെ തന്നെ എത്തേണ്ടിയും വരും. ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ഇങ്ങനെ ഒരു വ്യക്തമായ വിശദമായ അവലോകനമാണ് എക്സ് പോസ്റ്റിൽ മുത്തുകൃഷ്ണൻ കുറിച്ചുകൊണ്ട് വിശദമായി എഴുതിയിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ വാസ്തവം. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ മുന്നേറുമ്പോൾ ഇന്ത്യ ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യുമെന്നും നമുക്ക് വിശ്വസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.